അതെ, നിങ്ങൾ ഈ സംഭവം കഴിച്ചിട്ടുണ്ടോ? ഇത് മാംഗോസ്റ്റിനാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് കേട്ടോ. എന്നാ പിന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുകളിലുള്ള ഈ പൂ പോലത്തെ സംഭവമില്ലേ, അതിങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും എണ്ണമാണ് ഇത്രേ അതിൻ്റെ ഉള്ളിലുള്ള ആ ഓരോ ഇതളുകളായിട്ട് ഉണ്ടാവുന്ന ആ ഫ്രൂട്ട് ഉണ്ടാവുക. ഇത് ശരിയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കുറേ റീലിൽ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. നമ്മുടെ ജാതിക്കൊക്കെ ഇല്ലേ, അത് പൊളിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്കിതുണ്ടായിരുന്നത്. ഇതിങ്ങനെ പൊളിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ചുവപ്പ് കളറിലുള്ള ഒരു ലിക്വിഡ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ചകിരി പോലത്തെ ഒരു സംഭവമായിരുന്നേ. അപ്പോൾ ഇതാ പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കറക്റ്റ് 6 അതിലുള്ളത്. ഇനി എല്ലാ ഫ്രൂട്ടിലും 6 തന്നെയാണോ ഉണ്ടാവുകയെന്നും അറിയില്ല കേട്ടോ. അതിലൊരു ഭാഗത്ത് മാത്രം ഇത്തിരി ചതഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എന്തായാലും വേണ്ടില്ല, എനിക്ക് ഈ ഫ്രൂട്ട് അത്ര വലിയ പിടിച്ചില്ല. ഒരു ജാതി പുളിയും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഓരോ കഷ്ണം വെച്ച് ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. ഏട്ടനും മോനും ഓരോ കഷ്ണം വായിലിട്ടിട്ട് അപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്ത് കൊടുത്താലും ആസ്വദിച്ച് തിന്നുന്ന ഒരാളുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേതാ ഇവളാണേ. ചുവന്നുള്ളി ആയാലും പപ്പായ ആയാലും ഗോവയ്ക്ക ആയാലും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഈ മാംഗോസ്റ്റിനും അവൾ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. ഇത് കിലോന് 320 രൂപയാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ 100 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. ഒരു 5-6 പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് റംബൂട്ടാന്റെ ഒരു അമ്മാവനാണെങ്കിലും എനിക്ക് ടേസ്റ്റ് റംബൂട്ടാന്റെ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇത് കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കണേ.